ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓവർ റൈഡിംഗ് ആണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെത്തേഡ് ഓവർ റൈഡിംഗ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ, എന്താണ് എക്സാമ്പിൾ എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ബേസ് ക്ലാസ്സും സെയിം മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയുക. അതായത് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്, ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്ന കേസിലാണിത്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു സബ് ക്ലാസ്സും അതായത് ചൈൽഡ് ക്ലാസ്, അതിനകത്തൊരു മെത്തേഡ് നമ്മൾ കൊടുത്തു, പാഡ് എക്സാമ്പിൾ. അതേപോലെ തന്നെ അതിൻ്റെ പാരൻറ്റ് ക്ലാസ് അതായത് ബേസ് ക്ലാസ്, അതിനകത്തും ഈ സെയിം ആഡ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് നടക്കുക. എന്തിനാണ് ഈ മെത്തേഡ് ഓവർ റൈഡിങ് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെനി ഫോംസ്, അതായത് ഇപ്പോൾ ഒരു മെത്തേഡിൻ്റെ തന്നെ മെനി ഫോംസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ മെനി ഫോംസ് നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആക്കി കൊടുക്കാനാണ് പോളിമോർഫിസം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡിന് തന്നെ പല ഫോംസ് ഉണ്ടായിരിക്കും. ചൈൽഡ് ക്ലാസ്സിലൊരു ഫോം, അതിൻ്റെ ബേസ് ക്ലാസ്സിലൊരു ഫോം, അത് മെത്തേഡ് ഓവർ റൈഡ് ചെയ്തിട്ട് പെർഫോം ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓവർ റൈഡിങ് കൊണ്ടുവരുന്നതിലൂടെ എന്താണ് നടക്കുന്നത്? ഓൾറെഡി ബേസ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിന് പുതിയൊരു ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം. അതായത് പോളിമോർഫിസം തന്നെ മെനി ഫോംസ് അവൈലബിൾ ആക്കുക. അപ്പോൾ എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ്? ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ബേസ് ക്ലാസ്സും, അതായത് ചൈൽഡ് ക്ലാസ് പാരൻറ്റ് ക്ലാസ്, രണ്ടും സെയിം മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് നടക്കും? ചൈൽഡ് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലുള്ള മെത്തേഡ് ബേസ് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിലുള്ള മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. നമ്മൾ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് മെത്തേഡ് ഓവർ റൈഡിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബേസ് ക്ലാസ് അതായത് പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൂടെ വിർച്വൽ എന്ന് പറഞ്ഞൊരു കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ക്ലാസ് അതായത് ചൈൽഡ് ക്ലാസ്സിൻ്റെ കൂടെ ഓവർ റൈഡ് എന്ന് പറഞ്ഞ കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ മെത്തേഡിൻ്റെ കൂടെ, അല്ലേ? യെസ്, മെത്തേഡിൻ്റെ കൂടെയാണ് നമ്മൾ. ഒന്നിൻ്റെ കൂടെ വിർച്വലും യൂസ് ചെയ്യും, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ കൂടെ ഓവർ റൈഡും യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് നമ്മളുടെ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞത്? ഡിറൈവ്ഡ് ക്ലാസ് അതായത് ചൈൽഡ് ക്ലാസ് സബ് ക്ലാസ്, അതും ബേസ് ക്ലാസ്സും അതായത് പാരൻറ്റ് ക്ലാസ്സും സെയിം മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുക. ഇത് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിളും കൂടി ഒന്ന് നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് ആനിമൽ. ആദ്യത്തെ ക്ലാസ് എന്താണ്? ആനിമലാണ്. അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ലോജിക്കലി വലിയ വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആനിമൽ പബ്ലിക് വിർച്വൽ വോയിഡ് ഈറ്റ്. ആദ്യത്തെ മെത്തേഡ് എന്താണ്? വിർച്വൽ എന്ന് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈറ്റാണ്. അതിനകത്ത് റൈറ്റ് ചെയ്യുന്നത് ഈറ്റിംഗ് എന്ന് മാത്രമാണ്. പിന്നെ അടുത്തത് പബ്ലിക് ക്ലാസ് ഡോഗ് ആനിമൽ. ഇവിടെ അടുത്ത ക്ലാസ്സിൻ്റെ പേര് ഡോഗാണ്, അതായത് ആനിമലിൻ്റെ ചൈൽഡാണ് ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്. അതിനകത്തോ നമ്മൾ ഈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഓവർ റൈഡ് എന്ന കീവേഡ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഓവർ റൈഡ് വോയിഡ് ഈറ്റ്. പിന്നെ അതിനകത്ത് പ്രിൻറ്റ് ചെയ്യാനുള്ളത് ഈറ്റിംഗ് ബ്രെഡ് ഈറ്റ് ചെയ്യുക, അതായത് അതാണ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ് ടെസ്റ്റ് ഓവർ റൈഡിങ്. അതിനകത്താണ് മെയിൻ മെത്തേഡ് ഡോഗ് D = ന്യൂ ഡോഗ് D1.each. കണ്ടോ, നമ്മളിവിടെ പാരൻറ്റ് ക്ലാസ്സിൽ മെത്തേഡ് കൊടുത്തു, ചൈൽഡ് ക്ലാസ്സിൽ മെത്തേഡ് കൊടുത്തു. പക്ഷേ നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ചൈൽഡ് ക്ലാസ്സിനാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് D എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ D.eat എന്ന് പറയുമ്പോൾ ആരാണ് പെർഫോം ചെയ്യുക? നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ മറ്റേതിനെ പാരൻറ്റ് ക്ലാസ്സിലുള്ള മെത്തേഡിനെ ഇവിടെ ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യുന്നു? ഓവർ റൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഇത് പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റും ഒരു മെത്തേഡാണ്, രണ്ടാമത്തെ ഈറ്റും രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫോംസ് ഡിഫറൻ്റ് ആണ്. രണ്ട് രീതിയിലാണല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒന്നിൽ ഈറ്റിംഗ് എന്ന് മാത്രമേ ഉള്ളൂ, മറ്റേതിൽ ഈറ്റിംഗ് ബ്രെഡ് എന്നുണ്ട്. അതായത് ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾ ആട്ടോ, വലിയ വലിയ ലോജിക്സ് ഒക്കെ വെച്ച് ചെയ്യേണ്ട കോൺസെപ്റ്റുകളാണ്. ഏറ്റവും തിയറി മനസ്സിലാകാൻ വേണ്ടി ഈസിയായി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ റിസൾട്ട് വരിക? ഈറ്റിംഗ് ബ്രെഡ് എന്നാണ്. അതായത് സെക്കൻഡ് മെത്തേഡ് ചൈൽഡ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുന്നത്, അതായത് ഓവർറൈഡ് ചെയ്ത് വരുന്ന ആ മെത്തേഡ്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് മെത്തേഡ് ഓവർറൈഡിങ് ആണ്. മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്ലാസ്സും ബേസ് ക്ലാസ്സും സെയിം മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുക. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ മെത്തേഡ് ഓവർറൈഡിങ്. കാരണം എന്താണ്? റൺ ടൈം പോളിമോർഫിസം അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഈ പോളിമോർഫിസം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. മെത്തേഡ് സെയിം ആണെങ്കിലും അതിന് മെനി ഫോംസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ഫോംസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് അവൈലബിൾ ആകും. അതുകൊണ്ട് തന്നെ അത്തരം പോളിമോർഫിസം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ. പിന്നെ ഇത് എപ്പോഴാണ് നമുക്കിത് എനാബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പേരൻറ്റ് ക്ലാസ്സിൽ ഓൾറെഡി പ്രൊവൈഡഡ് ആയിട്ടുള്ള മെത്തേഡിന് നമുക്ക് ചൈൽഡ് ക്ലാസ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നതിലൂടെ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് മെത്തേഡ് ഓവർറൈഡിങ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. വിർച്വൽ എന്നുള്ള കീവേഡ് നമ്മൾ ബേസ് ക്ലാസ്സിലെ മെത്തേഡിൽ യൂസ് ചെയ്യും. ഓവർറൈഡ് എന്ന് പറഞ്ഞ കീവേഡ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെത്തേഡിലും യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് പ്രോഗ്രാമിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണ്? ആനിമൽ എന്ന് പറഞ്ഞൊരു പേരൻറ്റ് ക്ലാസ്, ബേസ് ക്ലാസ് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തു. അതിനകത്ത് മെത്തേഡ് കൊടുത്തു ഈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് വിർച്വൽ എന്ന് പറഞ്ഞ കീവേഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചൈൽഡ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കി ഡോഗ്. പിന്നെന്താണ്? അതിനകത്ത് നമ്മൾ വീണ്ടും ഈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തു. പക്ഷേ അവിടെ ഓവർറൈഡ് എന്ന കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ വിർച്വൽ എന്നും ഓരോരുത്തർ ഓവർറൈഡ് എന്നാണ് കീവേഡ് കൊടുത്തത്. അതിനകത്ത് എത്താൻ പ്രിൻ്റ് ചെയ്യാനുള്ളതെന്ന് കൊടുത്തു. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ മെയിൻ മെത്തേഡ് തുടങ്ങി. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സബ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഡോഗ് D = ന്യൂ ഡോഗ് D.eat എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈറ്റ് എന്ന മെത്തേഡ് കോൾ ചെയ്തു. പക്ഷേ ചൈൽഡ് ക്ലാസ്സിലുള്ള മെത്തേഡാണ് കോൾ ചെയ്തിട്ടുള്ളത്, അത് എക്സിക്യൂട്ടായി. ഇത്രയാണ് നമ്മളുടെ മെത്തേഡ് ഓവർറൈഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റായിട്ട് വരാം. അപ്പോൾ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ ആ ലോജിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവണം. എന്താണ് മെത്തേഡ് ഓവർറൈഡിങ്, എന്ത് അച്ചീവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, എക്സാമ്പിൾ എന്താണ്. ഓക്കെ, താങ്ക് യു.